ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിന്നെ താങ്ങും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. അതെ, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മെ താങ്ങുന്നത് കർത്താവാണ്. അവൻ നമ്മുടെ കൈ പിടിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുന്നു. അവൻ നമ്മെ താങ്ങുമ്പോൾ അവൻ തന്റെ നീതിയുള്ള വലങ്കൈ നമ്മുടെ നേരെ നീട്ടി സ്നേഹപൂർവ്വം നമ്മെ നയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവൻ നമ്മുടെ കൈകൾ പിടിച്ച് നമ്മെ നയിച്ചിട്ടുണ്ട്. ആർക്കാണ് നമ്മെ അവന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയുക? ആർക്കാണ് നമ്മെ അവന്റെ പിടിയിൽ നിന്ന് അകറ്റാൻ കഴിയുക? അവൻ നമ്മുടെ കൈ പിടിക്കുമ്പോൾ ആശ്വാസവും പ്രോത്സാഹനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്നു. സന്തോഷം നമ്മുടെ ആത്മാവിൽ നിറയുന്നു. സ്വന്തം അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്ന ദാവീദ് രാജാവ് എഴുതി, അവൻ എൻ്റെ പ്രാണനെ പുനഃസ്ഥാപിപ്പിക്കുന്നു. തൻ്റെ നാമം നിമിത്തം അവൻ എന്നെ നീതിയിൻ പാതകളിൽ നടത്തുന്നു. ഇത് സങ്കീർത്തനം 23 അധ്യായം 3 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിൻ്റെ വലതുകൈ നിങ്ങളെ താങ്ങി നിർത്തുന്നു എന്ന സത്യത്തെക്കുറിച്ച് ധ്യാനിക്കുക. അവൻ വാഗ്ദാനം ചെയ്യുന്നു, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നദിയിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല. നീ തീയിലൂടെ നടക്കുമ്പോൾ വെന്തുപോകുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് യെശയ്യാവ് 43 അധ്യായം 2 വാക്യത്തിൽ കാണപ്പെടുന്നു. ഇവിടെ കർത്താവ് കൈ എന്ന് മാത്രമല്ല വലത് കൈ എന്ന് പറയുന്നു. ഇടത് കൈയെ അപേക്ഷിച്ച് വലത് കൈ പ്രത്യേകവും ശക്തവുമാണ്. ഒരു വിവാഹ ചടങ്ങിൽ വധുവിന്റെ വലത് കൈ വരന്റെ വലതു കൈയിൽ വയ്ക്കുന്നു. കർത്താവ് നമ്മുടെ ആത്മാക്കളുടെ മണവാളനാണ്. അവൻ തന്റെ വലത് കൈ കൊണ്ട് നമ്മെ താങ്ങുന്നു. യേശുക്രിസ്തു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ അവൻ പിതാവിന്റെ ഇടതുവശത്തല്ല, മറിച്ച് വലതുവശത്താണ് ഇരുന്നത്. അതുപോലെ നാം ജയിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ നാമും ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിലിരിക്കും. കർത്താവ് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ. ഇത് വെളിപ്പാട് 3 അധ്യായം 21 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിൻ്റെ കൈ ബലമുള്ള കൈയാണ്. അവൻ്റെ സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന കൈയാണത്. അതിനാൽ എപ്പോഴും അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ തുടരുക. എല്ലാ ദിവസവും എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ സംരക്ഷിക്കുന്ന ആ ശക്തമായ കൈകളിൽ നമുക്ക് വിശ്രമിക്കാം. അപ്പോൾ ഒരു തിന്മയും നമ്മുടെ അടുക്കൽ വരില്ല. കർത്താവ് വീണ്ടും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഞാൻ നിങ്ങളെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. ഇത് യെശയ്യാവ് 41 അധ്യായം 10 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, കഷ്ടകാലത്തിൽ നാം അവനോട് നിലവിളിക്കുമ്പോഴെല്ലാം അവൻ തൻ്റെ കൈ നീട്ടി നമ്മെ വീണ്ടും ഉയർത്തിയിട്ടില്ലേ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 49 അധ്യായം 16 വാക്യം. നോക്കൂ, ഞാൻ നിങ്ങളെ എൻ്റെ കൈപ്പത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപാകെയുണ്ട്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 14 അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.